പഠിക്കാൻ പോകുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് ഇൻ്റർഫേസിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഹാർഡ്വെയർ സ്ട്രക്ചർ ഓഫ് 8086 ആണ്. അതിനകത്ത് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിൻ കോൺഫിഗറേഷൻ, ഫങ്ഷൻസ് ഓഫ് ഈച്ച് പിൻ ആൻഡ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പിൻ കോൺഫിഗറേഷൻ. മൈക്രോ പ്രോസസ്സർ 8086ൻ്റെ ഹാർഡ്വെയർ ആർക്കിടെക്ചറാണ് അല്ലെങ്കിൽ ഹാർഡ്വെയർ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നത്. 8086 മൈക്രോ പ്രോസസ്സറിന് ഒരു 40 പിൻ ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ചിപ്പാണുള്ളത്. അതായത് CPU-ൻ്റെ എല്ലാ ഫങ്ഷൻസും ഒരു സിംഗിൾ ചിപ്പിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുക. ഈ മൈക്രോ പ്രോസസ്സറിന് ഈ CPU-ൻ്റെ ഫങ്ഷണാലിറ്റീസ് എല്ലാം പെർഫോം ചെയ്യാൻ പറ്റും. അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനും അത് പെർഫോം ചെയ്യാനും സാധിക്കും. പിന്നെ കൺട്രോൾ യൂണിറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസും പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ഈ ഫങ്ഷണാലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ പിൻസാണ്. 40 പിന്നാണ് 8086-നകത്ത് ഉള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 16 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ് 8086 ആൻഡ് 60 പിൻ ഡേറ്റാ ബസ്സും ഉണ്ട്, 60 ഡേറ്റാ ബസ്സും ഉണ്ട്, 20 അഡ്രസ് ലൈൻസും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ 20 അഡ്രസ് ലൈൻസും 16 ഡേറ്റാ ബേസും ഒക്കെ ഈ 40 പിന്നിനകത്ത് വരുന്നതാണ്. ഇതിനകത്ത് ചില പിൻസിന് ഡബിൾ ഫങ്ഷൻസ് ഉണ്ട്, ഡ്യുവൽ ഫങ്ഷൻസ് ഉണ്ട്. അതായത് 2 മോഡിൽ ഈ 8086 ആക്ട് ചെയ്യുന്നുണ്ട്, മാക്സിമം മോഡിലും മിനിമം മോഡിനകത്ത്. അതുകൊണ്ട് തന്നെ ചില പിൻസിന് ഡ്യുവൽ ഫങ്ഷൻസ് ഉണ്ട്. മിനിമം മോഡാണെന്നുണ്ടെങ്കിൽ 8086 എന്ന് പറയുന്നത് സിംഗിൾ പ്രോസസ്സർ സിസ്റ്റം ആയിരിക്കും. ഒരു സിംഗിൾ പ്രോസസ്സർ ഉണ്ടെങ്കിൽ നമ്മൾ മിനിമം മോഡിൽ 8086-നെ വർക്ക് ചെയ്യിച്ചാൽ മതി. മൾട്ടി പ്രോസസ്സർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ 8086 വർക്ക് ചെയ്യുന്നത് മാക്സിമം മോഡിലായിരിക്കും. ഇതാണ് 8086-ൻ്റെ പിൻ ഡയഗ്രാം. ഇതിനകത്ത് 40 പിൻസാണുള്ളത്. 1 to 40 എന്ന് പറഞ്ഞ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പിന്നിൻ്റെയും ഫങ്ഷൻസ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓരോ പിന്നും ആ പിൻ നമ്പറും ദെൻ അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഇത്രയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ദെൻ ആരോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ആരോ ഹെഡ് ഔട്ട്സൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് സിഗ്നലും ആരോ ഹെഡ് ഇൻസൈഡ് ദ മൈക്രോ പ്രോസസ്സർ കാണിച്ചിരിക്കുന്നത് ഇൻപുട്ട് സിഗ്നലും, രണ്ട് സൈഡിലേക്കുമുള്ളത് ബൈ ഡയറക്ഷണൽ സിഗ്നലുമാണ്. അപ്പോൾ നമുക്കിനി ഓരോ പിൻസിൻ്റെ ഫങ്ഷനായിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് GND എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് പിന്നാണ്. 1 and 20 എന്ന് പറയുന്നത് ഗ്രൗണ്ട് പിന്നാണ്. 2 ഗ്രൗണ്ട് പിൻസാണ് 8086-നകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ആ ഒരൊറ്റ സിംഗിൾ ചിപ്പ് തന്നെ തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സും റെസിസ്റ്റേഴ്സും ഡയോഡ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ നോയ്സ് ഹൈ ആയിരിക്കും. ആ ഇൻറ്റേർണൽ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് 2 പിൻസിനകത്ത് കൊടുത്തിരിക്കുന്നത്, 1ഉം 20ഉം. പിന്നെ നോക്കുക 2 to 16 ആ പിൻസിനെ നമ്മൾ അഡ്രസ് ഡേറ്റ മൾട്ടിപ്ലക്സ്ഡ് ലൈൻസ് എന്നാണ് പറയുക. ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡേറ്റാ ബസ് എന്ന് പറയുന്നത് 16 ബിറ്റാണ്. അതായത് 16 ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ 16 ലൈൻസ് വേണം. അതാണ് D0 തൊട്ട് D15. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോട്ട് ചെയ്തിരിക്കുന്നത് AD0 തൊട്ട് AD14 വരെയും, റൈറ്റ് സൈഡിൽ ഒരു റെഡ് കളറിൽ കാണുന്നത് AD15, അതായത് 16th ഡേറ്റ ലൈനുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം AD0 to AD14 ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണം AD15 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് D0 to D15 എന്ന് പറയുന്ന ഡേറ്റ ഇൻഡിക്കേറ്റ് ചെയ്യാനും, A0 തൊട്ട് A15 എന്ന് പറയുന്നത് അഡ്രസ് ലൈൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മൾട്ടിപ്ലക്സിനാണ്. അതായത് ഒരേ സമയം അല്ലെങ്കിൽ ഒരേ പിന്നിൽ വഴി തന്നെ 2 ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് സെയിം ടൈമിലല്ല, ഡിഫറെൻറ്റ് ടൈമിങ്ങിലായിരിക്കും. ഫസ്റ്റ് സൈക്കിളിൽ അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിൽ അത് ഡേറ്റ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ AD0 തൊട്ട് AD15 വരെ അഡ്രസ് ഡേറ്റ മൾട്ടിപ്ലക്സ്ഡ് ആണ്. AD0 എന്ന് പറയുന്ന പിൻ നമ്പർ 16-ലും AD15 എന്ന് പറഞ്ഞ പിൻ നമ്പർ 39-ലുമാണ്. അപ്പോൾ 2, 3, 4, 5 അപ് ടു 16 പിന്നെന്ന് പറയുന്നത് AD14 തൊട്ട് AD0 വരെയും, 39th പിൻ എന്ന് പറയുന്നത് AD15-നുമാണ്. അപ്പോൾ ഇതിനകത്ത് അഡ്രസ് എപ്പോഴാണ് പാസ് ചെയ്യുന്നത്, ഡേറ്റ എപ്പോഴാണ് പാസ് ചെയ്യുന്നതെന്നൊക്കെ ALE എന്ന് പറയുന്ന ഒരു പിന്നിൻ്റെ ഫങ്ഷണാലിറ്റിയാണ്. ALE എന്ന് പറയുന്ന അഡ്രസ് ലാച്ച് എനേബിൾ, അതായത് പിൻ നമ്പർ 25. പിൻ നമ്പർ 25 ഹൈ ലോജിക് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഹൈ ലോജിക് 1 വാല്യൂ വരുന്ന സിഗ്നലാണ് പ്രൊവൈഡ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 തൊട്ട് 16 വരെയും ദെൻ 39th പിന്നിലും പാസ് ചെയ്യുന്നത് അഡ്രസ് ആയിരിക്കും. സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിൽ അത് ഡേറ്റ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ വരുന്ന കേസ് എന്ന് പറയുന്നത് അഡ്രസ് ലൈൻസ് എന്ന് പറഞ്ഞാൽ 20 ലൈൻസ് ആണ്. ഇവിടെ ഓൾറെഡി 16 വരെയാണ് കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 4 റിമൈനിങ് ലൈൻസ് പിൻ നമ്പർ 35 തൊട്ട് 38 വരെയാണ്. A16, A17, A18 ആൻഡ് A19. ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റാറ്റസ് സിഗ്നൽസ് ആയ S3, S4, S5, S6 മൾട്ടിപ്ലെക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്രസ് ലൈൻസ് 2 തൊട്ട് 16 വരെയും ദെൻ 35 തൊട്ട് 38 വരെയാണ് അഡ്രസ് പിൻസ് വരുന്നത്. ഡേറ്റ പിൻസ് വരുന്നത് ഡേറ്റ ബസ്സസ് വരുന്നത് 2 to 16 തൊട്ട് 39th പിന്നിലും ആണ്. അതിൻ്റെ മിനിമം മോഡിലെ ഫങ്ഷനാലിറ്റീസാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ഗ്രൗണ്ട് സിഗ്നൽ പറഞ്ഞു AD0 തൊട്ട് AD15 വരെ അഡ്രസ് ഡേറ്റ ബസ് മൾട്ടിപ്ലെക്സ്ഡ് ആണെന്ന് പറഞ്ഞു. ദെൻ GND ഗ്രൗണ്ട് സിഗ്നൽ 1 and 20. നോക്കാം. A16 to A19 എന്ന് പറയുന്ന അഡ്രസ് ലൈൻസ് ആണ്. S3 തൊട്ട് S6 വരെയുള്ളത് സ്റ്റാറ്റസ് ബസ്സസ് ആണ്. ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ 4 bit അഡ്രസ് ആയിരിക്കും ഈ ലൈൻസുകളുടെ A16 തൊട്ട് A19 വരെ പാസ് ചെയ്യുക. ദെൻ പിന്നീടുള്ള സിഗ്നൽസിൽ അല്ലെങ്കിൽ ക്ലോക്ക് പീരീഡ്സിൽ സ്റ്റാറ്റസ് സിഗ്നൽസ് ആയിരിക്കും ഈ ലൈൻസുകളുടെ പാസ് ഔട്ട് ചെയ്യുക. ഇനി S3 തൊട്ട് S6 വരെയുള്ള സ്റ്റാറ്റസ് സിഗ്നൽസിൻ്റെ ഫങ്ഷനാലിറ്റീസാണ് പറയുന്നത്. S6 എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലൈൻ എപ്പോഴും 0 ആയിരിക്കും. ദെൻ S5 എന്ന് പറയുന്ന കണ്ടീഷൻ ഓഫ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് ആയിരിക്കും. അതായത് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് നമ്മുടെ ഫ്ലാഗ് രജിസ്റ്ററിലെ ഇൻറ്ററപ്റ്റ് ഫ്ലാഗിലെ വാല്യൂ എന്താണോ അതായിരിക്കും S5 എന്ന് പറയുന്ന സ്റ്റാറ്റസ് സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ S4ൻ്റെയും S3യുടെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏത് സെഗ്മെൻ്റാണ് കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യും. ദെൻ 0 ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സെഗ്മെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. 0 ആണെങ്കിൽ സ്റ്റാക്ക് സെഗ്മെൻ്റ് ആയിരിക്കും. 1 ആണെന്നുണ്ടെങ്കിൽ കോഡ് സെഗ്മെൻ്റ് ആയിരിക്കും. 1 എന്ന് പറഞ്ഞാൽ ഡേറ്റ സെഗ്മെൻ്റ് ആയിരിക്കും. ഇതാണ് സ്റ്റാറ്റസ് ബിറ്റ്സിൻ്റെ ഫങ്ഷൻസ്. ഇപ്പോൾ ഫസ്റ്റ് 4 പിൻസിന് അല്ലെങ്കിൽ ഫസ്റ്റ് 4 പിൻസിൻ്റെ ഫങ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ റീസെറ്റ് എന്ന് പറയുന്ന പിൻ നമ്പർ 21 ഡിസ്പ്ലേ കാണിക്കുന്നത്. പിൻ നമ്പർ 21. റീസെറ്റ് എന്ന് പറയുന്ന പിന്നിൻ്റെ ഫങ്ഷനാലിറ്റി എന്താണെന്ന് വെച്ചാൽ എക്സിക്യൂഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് റീസെറ്റ് എന്ന് പറയുന്ന പിൻ യൂസ് ചെയ്യുന്നത്. കറണ്ട് ആക്ടിവിറ്റി എന്താണോ പ്രോസസ്സർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ടെർമിനേറ്റ് ചെയ്ത് അഗെയിൻ ഫസ്റ്റ് തൊട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് റീസെറ്റ് പിൻ യൂസ് ചെയ്യുന്നത്. ഒരു ആക്റ്റീവ് ഹൈ സിഗ്നലാണ്. മിനിമം ഒരു 4 ക്ലോക്ക് സൈക്കിളെങ്കിലും ഈ റീസെറ്റ് എന്ന് പറയുന്ന പിന്നിൽ ഹൈ ലോജിക്കോ അല്ലെങ്കിൽ ലോജിക് 1 എന്ന് പറയുന്ന വാല്യൂ വന്നാൽ മാത്രമാണ് നമ്മുടെ മൈക്രോ പ്രോസസ്സർ റീസ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിൻ നമ്പർ 21. നെക്സ്റ്റ് പിൻ എന്ന് പറയുന്ന INTR എന്ന് പറയുന്നത് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നലാണ്. അതായത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിവൈസ് നമ്മുടെ പ്രോസസ്സറിനെ ആക്ടിവിറ്റി ഇൻറ്ററപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽ ഹൈ ആയിരിക്കും. ഇതെപ്പോഴാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നലിന് ലോജിക് 1 ആയിട്ട് നമുക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസിന് ഈ പ്രോസസ്സറിൻ്റെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് 1 ആണെന്നുണ്ടെങ്കിൽ ത്രൂ INTR എന്ന് പറയുന്ന പിന്നിലൂടെ നമുക്ക് ഇൻറ്ററപ്റ്റ് പ്രൊവൈഡ് ചെയ്ത് പ്രോസസ്സറിൻ്റെ ആക്ടിവിറ്റി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് INTR എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നത്. INTRൻ്റെ പിൻ നമ്പർ 18. പിൻ നമ്പർ 18 ആണ് INTRൻ്റെ പിൻ എന്ന് പറയുന്നത്. ഇതിൽ നോക്കിയാൽ അറിയാം INTR എന്ന് പറഞ്ഞാൽ പിൻ നമ്പർ 18. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ 1 to 16 പറഞ്ഞു, ദെൻ 20th പിൻ പറഞ്ഞു ആൻഡ് 18th പിൻ പറഞ്ഞു. നമുക്ക് പറയാനുള്ളത് NMI 17th പിന്നും 19th പിന്നുമാണ്. പിൻ നമ്പർ 17 ആണ് NMI നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് INTRയുടെ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് രജിസ്റ്ററിലെ ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് 1 ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് INTRയിലൊരു റിക്വസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ഹൈ പ്രയോറിറ്റി നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്ററപ്റ്റ് ഫ്ലാഗിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് പ്രോസസ്സറിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ പ്രയോറിറ്റി
ഇൻറ്ററപ്റ്റ് ആണ്. നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്ന ഒരു ഹൈ പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ് ആണ്. അപ്പോൾ പ്രോസസ്സർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിലും അതിനെ ഹോൾഡ് ചെയ്ത് ഈ വരുന്ന റിക്വസ്റ്റിനെ പ്രോസസ്സറിന് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇൻറ്ററപ്റ്റ് ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് ഒന്നും നമുക്ക് ഈ NMI എന്ന് പറയുന്ന നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് വരുമ്പം ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത് പിൻ നമ്പർ 17 വരുന്നത്. ദെൻ നെക്സ്റ്റ് പിന്നെ CLK ക്ലോക്ക്. ഇത് ബസ് ടൈമിങ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് പ്രോസസ്സർ വർക്ക് ചെയ്യുന്നത് ഓരോ ക്ലോക്ക് പീരീഡായിട്ടാണ്. ആ ക്ലോക്ക് പീരീഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്ലോക്ക് പീരീഡിൻ്റെ സൈക്കിൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നാണ് പിൻ നമ്പർ 19 CLK. അപ്പം ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് 8086 ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആയിരിക്കും. 5 MHz ഉണ്ട്, 8 MHz ഉണ്ട്, 10 MHz ഉണ്ട്. അതായത് ഓരോ ഓപ്പറേഷനും പ്രോസസ്സറിന് വേണ്ടിയല്ല അല്ലെങ്കിൽ പ്രോസസ്സറിൽ നടക്കുന്ന ഓരോ ഓപ്പറേഷൻസിനും ടൈമിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് CLK എന്ന് പറയുന്ന പിൻ യൂസ് ചെയ്യുന്നത്. പിൻ നമ്പർ 19. നെക്സ്റ്റ് ഈസ് റെഡി സിഗ്നൽ. റെഡി സിഗ്നൽ എന്ന് പറയുന്ന പിൻ നമ്പർ 22 വരുന്നത്. ഹൈ സിഗ്നലാണ്. അതായത് ഇതെന്ന് പറയുന്ന ഒരു അക്നോളജ്മെൻറ്റ് സിഗ്നലാണ് ഫ്രം IO ഡിവൈസ് ഡേറ്റ ഈസ് ട്രാൻസ്ഫേർഡ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നലാണ് റെഡി സിഗ്നൽ. അതായത് IO ഡിവൈസിൽ നിന്ന് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ റെഡിയാണ് അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ ഡേറ്റ റിസീവ് ചെയ്യാൻ റെഡിയാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിഗ്നലാണ് റെഡി എന്ന് പറയുന്ന സിഗ്നൽ. When it is high, it indicates that the device is ready to transfer data. When it is low, it indicates wait state. റെഡി സിഗ്നൽ ഹൈ ആയിരിക്കുമ്പം ഡിവൈസ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ റെഡി ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ലോ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് സ്റ്റേറ്റിലായിരിക്കും പ്രോസസ്സർ. നെക്സ്റ്റ് പിന്നെ പറയുന്നത് റീഡ് RD ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആക്റ്റീവ് ലോ സിഗ്നൽ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മുകളിലുള്ള ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ലോജിക് 0 വാല്യൂ വന്നാൽ മാത്രമാണ് ആ പിൻ ഇനേബിൾ ആവത്തുള്ളൂ. റീഡ് സിഗ്നൽ യൂസ് ചെയ്യുന്നത് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി. അതായത് മെമ്മറിയിൽ നിന്നോ ഇൻപുട്ട് ഡിവൈസിൽ നിന്നോ ഡേറ്റ പ്രോസസ്സറിനകത്തേക്ക് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നലാണ് RD എന്ന് പറയുന്ന പിൻ. ദെൻ WR എന്ന് പറയുന്ന റൈറ്റ് സിഗ്നൽ, അതും ആക്റ്റീവ് ലോ സിഗ്നലാണ്. ഡേറ്റ മെമ്മറിയിലേക്കോ ഔട്ട്പുട്ട് ഡിവൈസസിനകത്തേക്കോ റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നാണ് WR എന്ന് പറയുന്നത്. റീഡ് സിഗ്നലിൻ്റെ പിൻ നമ്പർ 32 ആൻഡ് റൈറ്റ് സിഗ്നലിൻ്റെ പിൻ നമ്പർ 29. നെക്സ്റ്റ് വരുന്നത് ടെസ്റ്റ് എന്ന് പറയുന്ന സിഗ്നൽ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് സിഗ്നൽ, അതായത് ഒരു അരിത്തമെറ്റിക് പ്രോസസ്സർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോസസ്സർ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ 8086 കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടെസ്റ്റ് എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് പിൻ ലോ ആണെന്നുണ്ടെങ്കിൽ, അതായത് 0 വാല്യൂ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് എക്സിക്യൂഷൻ എന്താണോ അത് കണ്ടിന്യൂ ചെയ്യും. ടെസ്റ്റ് എന്ന് പറഞ്ഞ സിഗ്നലിൽ 1 വാല്യൂ ആണ് വരണമെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ വെയിറ്റ് സ്റ്റേറ്റിലായിരിക്കും വരിക. അതായത് ടെസ്റ്റ് സിഗ്നൽ ചെയ്യണേ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രോസസ്സർ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് മിസ്മാച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടെസ്റ്റ് ടെസ്റ്റ് സിഗ്നൽ യൂസ് ചെയ്യുന്നത്. 0 ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് പിന്നിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ കറണ്ട് പ്രോസസ്സർ എന്താണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യും. ടെസ്റ്റിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രോസസ്സർ വെയിറ്റ് സ്റ്റേറ്റിലായിരിക്കും, ഐഡിൽ സ്റ്റേറ്റിലായിരിക്കും വരിക. പിൻ നമ്പർ 23. Then next one is ALE, address latch enable. Address latch enable എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഹൈ സിഗ്നലാണ്. അതായത് മൾട്ടിപ്ലെക്സ്ഡ് അഡ്രസ് ഡേറ്റാ ബസ്സിൽ അഡ്രസ് ഇൻഫർമേഷൻ ക്യാരി ചെയ്യണം എന്നുണ്ടെങ്കിൽ അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്ന സിഗ്നൽ ഹൈ ആയിരിക്കണം. AD 0 തൊട്ട് AD 15 വരെയാണ് അഡ്രസ് ഡേറ്റ മൾട്ടിപ്ലെക്സ്ഡ് ലൈൻസ് ഉള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിനകത്ത് ഒരേ ടൈം അഡ്രസ്സും ഡേറ്റയും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഫസ്റ്റ് ടൈം അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ ലേറ്റർ ആയിരിക്കും ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അഡ്രസ്സ് ആ ലൈൻസിൽ കൂടെ അഡ്രസ്സ് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്ന പിൻ വാല്യൂ ഹൈ ആയിരിക്കണം. ലോജിക് 1 എന്നുള്ള വാല്യൂവിൽ വരണം ALE എന്ന് പറയുന്ന പിൻ. നെക്സ്റ്റ് വന്നാൽ ഡേറ്റ എനേബിൾ DEN ബാർ പിൻ നമ്പർ 26.
എക്സ്റ്റേണൽ ഡേറ്റ ബസ് ബഫേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ, അതായത് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡേറ്റ അത് റിസീവ് ചെയ്യാൻ റെഡി ആവണം എന്നുള്ളൊരു സിഗ്നലാണ് ഡേറ്റ എനേബിൾ എന്ന് പറയുന്നത്. ട്രാൻസീവേഴ്സ് യൂസ് ചെയ്യുന്ന 8286 അല്ലെങ്കിൽ 8287 എന്ന് പറയുന്ന പ്രോസസ്സറിനകത്തേക്ക് ട്രാൻസീവേഴ്സ് യൂസ് ചെയ്യുക. ട്രാൻസീവേഴ്സിനെ റീഡ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് ട്രാൻസീവർ എന്ന് പറയുക. ദെൻ എക്സ്റ്റേണൽ ഡേറ്റ ബസ് ബഫേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ റെഡിയാണ് അല്ലെങ്കിൽ റെഡി ആവുന്ന സിഗ്നലാണ് ഡേറ്റ എനേബിൾ, DEN, ആക്ടിവേഷൻ സിഗ്നൽ ഫോർ ദി എക്സ്റ്റേണൽ ഡേറ്റ ബസ് ബഫേഴ്സ്. ഇതൊരു ആക്റ്റീവ് ലോ സിഗ്നലാണ്, DEN. പിൻ നമ്പർ 26. നെക്സ്റ്റ് വൺ ഈസ് DT/R, ഡേറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ്. ഇത് ഡേറ്റ ഫ്ലോയുടെ ഡയറക്ഷൻ, അതായത് ഇന്നാണോ ഔട്ടാണോ, ഡേറ്റ ഇന്നാണോ ഡേറ്റ ഔട്ടാണോ എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ സിഗ്നൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ്. ഇതിനകത്ത് ഡേറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ റിസീവ് ചെയ്യുമായിരിക്കും. ഡേറ്റ ഈസ് റിസീവ്ഡ് ഫ്രം ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ഇഫ് ദ വാല്യൂ ഈസ് 1, DT/1 എന്ന് പറയുന്ന പിന്നിൻ്റെ വാല്യൂ ലോജിക് 1 ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഡേറ്റ ഔട്ട് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ ഫ്ലോ ഇന്നാണോ ഔട്ടാണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പിന്നാണ് DT/R. നെക്സ്റ്റ് പിൻ ഈസ് M/IO. M/IO എന്ന് പറയുന്നത് M ഫോർ മെമ്മറി ആക്സസ് ആൻഡ് IO ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്സസ്. M എന്ന് പറയുന്ന മെമ്മറി ആക്സസ് എന്ന് പറയുന്ന ആക്റ്റീവ് ഹൈ സിഗ്നലും IO എന്ന് പറയുന്ന ആക്റ്റീവ് ലോ സിഗ്നലായിരിക്കും. അതായത് ഈ പിന്നിലേക്ക് 1 വാല്യൂ വരുവാണെന്നുണ്ടെങ്കിൽ മെമ്മറി റീഡ് അല്ലെങ്കിൽ മെമ്മറി റൈറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ IO റീഡ് അല്ലെങ്കിൽ IO റൈറ്റ്, അതായത് IO ഡിവൈസസിനെ ആയിരിക്കും ആക്സസ് ചെയ്യുന്നത്. പിൻ നമ്പർ 28. Then next signal is hold, HOLD. പിൻ നമ്പർ 31. അതായത് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ DMA റിക്വസ്റ്റ് ചെയ്യുന്ന പെരിഫറൽസിൻ്റെ റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, പ്രോസസ്സറിനകത്തേക്ക് റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നാണ് HOLD എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അനദർ മാസ്റ്റർ ഹാസ് ബീൻ റിക്വസ്റ്റിംഗ് എ ലോക്കൽ ബസ്. പ്രോസസ്സറിലുള്ള സിസ്റ്റം റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ ഔട്ട്സൈഡ് ആയിട്ടുള്ളൊരു ഡിവൈസ് കൊടുക്കുന്ന റിക്വസ്റ്റാണ് HOLD, ആക്റ്റീവ് ഹൈ സിഗ്നലാണ്. ദെൻ ആ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ആ ഹോൾഡിന് ഒരു അക്നോളജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അതാണ് HLDA എന്ന് പറയുന്ന പിന്ന്. ഹോൾഡ് എന്ന് പറയുന്ന പിൻ നമ്പർ 31-ലും HLDA എന്ന് പറയുന്ന പിൻ നമ്പർ 30-ലുമാണ് ഉള്ളത്. The microprocessor receiving the hold request will issue HLDA as an acknowledgement. ആ റിക്വസ്റ്റിന് ഒരു അക്നോളജ്മെൻറ്റ് ആ ഡിവൈസിന് പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നൽ ഈ പിന്നിക്കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്, HLDA എന്ന് പറയുന്ന പിന്നിക്കൂടെ. ഇത് രണ്ടും മെയിനായിട്ട് DMAക്ക് വേണ്ടിയാണ്, ഡയറക്റ്റ് മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ MN/MX. MN എന്ന് പറയുന്നത് ഫോർ മിനിമം മോഡ് ഓപ്പറേഷനും MX എന്ന് പറയുന്നത് മാക്സിമം മോഡ് ഓപ്പറേഷനും. അതായത് ഏത് മോഡിലാണ് 8086 വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പിന്നാണ് MN ഓർ MX. ഇതിനകത്ത് MN എന്ന് പറയുന്ന ആക്റ്റീവ് ഹൈ സിഗ്നലും MX എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോജിക് 0 വാല്യൂ വരുന്ന സിഗ്നലും ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പിൻ ഈസ് S7/BHE. പിൻ നമ്പർ 34. അതായത് ഡേറ്റ ബസ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റാണ്. ഈ 16 ബിറ്റിൽ ഏത് പാർട്ട് ഓഫ് ഡേറ്റയാണ് ഈ ഡേറ്റ ബേസിൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് സിഗ്നൽ യൂസ് ചെയ്യുന്നത്. S7 ആൻഡ് BHE, ബസ് ഹൈ എനേബിൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ 7. BHE ആൻഡ് S7 രണ്ടും 0 ആണെന്നുണ്ടെങ്കിൽ 16 ബിറ്റും ആയിരിക്കും ഡേറ്റാ ബേസിക്കടെ ആക്സസ് ചെയ്യുന്നത്. ദെൻ BHE 0 ആൻഡ് S7 1 ആണെന്നുണ്ടെങ്കിൽ അപ്പർ ബൈറ്റ്, അതായത് D0 തൊട്ട് D15 വരെയാണ് നമ്മൾ ഡേറ്റ ബൈറ്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അപ്പർ ബൈറ്റ് എന്ന് പറയുമ്പോൾ D18 തൊട്ട് D15 വരെ ആയിരിക്കും ഡേറ്റാ ബേസിക്കടെ പാസ് ചെയ്യുക. ദെൻ BHE 1ഉം S7 0 ആണെന്നുണ്ടെങ്കിൽ ലോവർ ബൈറ്റ്, അതായത് D0 തൊട്ട് D7 വരെ ആയിരിക്കും ഡേറ്റാ ബേസിക്കടെ പാസ് ചെയ്യും. ദെൻ 1 ആണെന്നുണ്ടെങ്കിൽ ഐഡിയൽ സ്റ്റേറ്റ് ആയിരിക്കും. ഈ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഏത് പാർട്ട് ഓഫ് ഡേറ്റയാണ് ഡേറ്റാ ബേസിക്കടെ പാസ് ചെയ്യണമെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ രണ്ടും മൾട്ടിപ്ലക്സ് ചെയ്തിരിക്കുന്നതാണ്. BHE എന്ന് പറഞ്ഞ സിഗ്നലും S7 എന്ന് പറഞ്ഞ ഒരൊറ്റ പിന്നിൽ മൾട്ടിപ്ലക്സ് ചെയ്തിരിക്കുന്ന സിഗ്നലാണ്.
നെക്സ്റ്റ് വൺ ഇസ് INTA ബാർ, ഇൻറ്ററപ്റ്റ് അക്നോളജ്. അതായത് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്ന പിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ 18th അതായത് പുറത്തുനിന്നുള്ളൊരു എക്സ്റ്റേണൽ ഡിവൈസിന് നമ്മുടെ പ്രോസസ്സറിൻ്റെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഇൻറ്ററപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുന്നത് INTR എന്ന് പറയുന്ന റിക്വസ്റ്റ് ലൈനിൽ കൂടെ ആയിരിക്കും, അതായത് പിൻ നമ്പർ 18 കൂടെ ആയിരിക്കും. ദെൻ ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പ്രോസസ്സർ റെഡി ആണെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് കൊടുത്ത ആ ഡിവൈസിന് അക്നോളജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അത് ത്രൂ പിൻ നമ്പർ 24, അതായത് INTA കൂടെ ആയിരിക്കും അക്നോളജ്മെൻറ്റ് കൊടുക്കുക. അതൊരു ആക്റ്റീവ് ലോ സിഗ്നലാണ്. അതായത് ലോജിക് 0 വന്നാൽ മാത്രമാണ് ഈ സിഗ്നൽ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഇത് ഇത്രയുമാണ് മിനിമം മോഡ്സിലെ പിൻസ്. മിനിമം മോഡ്സിലെ പിൻസ് 1 and 20 എന്ന് പറഞ്ഞ ഗ്രൗണ്ട് സിഗ്നൽ. ദെൻ AD 0 തൊട്ട് AD 14 വരെയുള്ളത് അഡ്രസ് ഡേറ്റ മൾട്ടിപ്ലക്സ്ഡ് ലൈൻസ്, പിൻ നമ്പർ 2 to 16. ആൻഡ് AD 15 ഈസ് പിൻ നമ്പർ 39. അഡ്രസ്സും ഡേറ്റയും ഈ ഒരു സിംഗിൾ പിന്നിൽ കൂടെ ആയിരിക്കും, ഈ പിന്നിൽ കൂടെ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. രണ്ട് ടൈമിങ്ങിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക, ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ 17th പിന്നിലുള്ളത് NMI, നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്. 18th പിന്നിലുള്ളത് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് കൊടുക്കാനുള്ള ലൈൻ. ദെൻ 19th പിന്നെന്ന് പറയുന്നത് CLK, ക്ലോക്ക് ബേസ് ടൈമിങ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ളത് പിൻ. ദെൻ VCC എന്ന് പറയുന്നത് പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. നമ്മുടെ പ്രോസസ്സർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണെങ്കിൽ നമുക്കൊരു പവർ സപ്ലൈ കൊടുക്കണം. അപ്പോൾ +5 volt DC പവർ സപ്ലൈ ആണ് മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുക. ദെൻ A16 തൊട്ട് A19 എന്ന് പറയുന്നത് ലാസ്റ്റ് 4 bits ഓഫ് അഡ്രസ് ലൈൻസ്. അത് മൾട്ടിപ്ലക്സ് ചെയ്തിരിക്കുന്ന S3, S4, S5, S6 എന്ന് പറയുന്ന സ്റ്റാറ്റസ് സിഗ്നൽസുമായിട്ടാണ്. ദെൻ പിൻ നമ്പർ 34 എന്ന് പറയുന്നത് BHE or S7, ബസ് ഹൈ എനേബിൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ 7. 33 MN bar MX, മിനിമം മോഡാണോ മാക്സിമം മോഡാണോ. ദെൻ RD, റീഡ് ഓപ്പറേഷൻ, HOLD ആൻഡ് HLDA, hold and halt acknowledgement. Then pin number 29 write, 28 memory bar IO, 27 DT bar R, 26 DEN, 25 ALE, 24 INTA acknowledgement, 23 test, 22 ready, 21 reset. ഇതാണ് മിനിമം മോഡ്സിലെ പിൻ. മാക്സിമം മോഡിലെ പിന്നാണ് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അതായത് 1 to 32 ആൻഡ് 23, 22, 21 ഇത് ഇത്രയും മാക്സിമം മോഡലിന് സെയിം ആണ്. ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 31 തൊട്ട് 24 വരെയുള്ള പിൻസിന് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, മാക്സിമം മോഡിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ മാക്സിമം മോഡിലെ പിൻസാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ബാക്കിയെല്ലാം സെയിം ആണ്. 24 തൊട്ട് 31 വരെയുള്ള പിൻസ് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളൂ. അതായത് മാക്സിമം മോഡിൽ QS1, QS0, S0, S1, S2, ലോക്ക്, റിക്വസ്റ്റ് ആൻഡ് ഗ്രാൻഡ്, ഇത്രയും സിഗ്നൽസാണ് എക്സ്ട്രാ വരുന്നത്. അതാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ മാക്സിമം മോഡ് ഓഫ് 8086 ആണ് നെക്സ്റ്റ് കവർ ചെയ്യാനുള്ള ടോപ്പിക്ക്. ഈ മാക്സിമം മോഡിൽ വർക്ക് ചെയ്യുമ്പം 8086 ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചില കൺട്രോൾ ഫങ്ഷൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് അതിന് ഓണായിട്ട് ജനറേറ്റ് ചെയ്യാൻ ഇറ്റ്സെൽഫായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ചിപ്പിൻ്റെ ഹെൽപ്പും കൂടിയാൽ മാത്രമാണ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എക്സ്റ്റേണൽ ചിപ്പിനെ നമ്മൾ പറയുന്നതാണ് ബസ് കൺട്രോളർ. 8086 കോമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു ബസ് കൺട്രോളറാണ് 8288. ഈ 8288 ഈ എക്സ്ട്രാ കൺട്രോൾ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യും 8086. അതായത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ INTA, ALE, DT bar R, M bar IO, WR, ഇതിൻ്റെയൊക്കെ ഫങ്ഷനാലിറ്റിയാണ് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഫറൻസ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. മിനിമം മോഡിലാണെന്നുണ്ടെങ്കിൽ MN bar MX എന്ന് പറയുന്ന പിൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. മാക്സിമം മോഡിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ MN bar MX എന്ന് പറഞ്ഞ പിന്നിൻ്റെ വാല്യൂ ലോജിക് 0 വാല്യൂ ആയിരിക്കും. മിനിമം മോഡിൽ എല്ലാ കൺട്രോൾ സിഗ്നൽസും മൈക്രോ പ്രോസസ്സറിൻ്റെ ചിപ്പ് തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ മാക്സിമം മോഡിൽ ഒരു സെക്കൻഡറി ചിപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ ബസ് കൺട്രോളർ ചിപ്പ് എന്ന് പറയുക. മിനിമം മോഡിലാണെങ്കിൽ സിംഗിൾ മൈക്രോ പ്രോസസ്സറേ ഉണ്ടാവുള്ളൂ. മാക്സിമം മോഡിലാണെങ്കിൽ മോർ ദാൻ 1 മൈക്രോ പ്രോസസ്സേഴ്സ് ആ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവും. ഇനി മാക്സിമം മോഡിൽ എക്സ്ട്രാ വരുന്ന പിൻസാണ് പറയുന്നത്. റിക്വസ്റ്റ് ഓർ ഗ്രാൻഡ് ലൈൻ, പിൻ നമ്പർ 30 and
31 രണ്ട് സെയിം ഫങ്ഷനാലിറ്റി 31 സെയിം ഫങ്ഷനാലിറ്റിയാണ് ചെയ്യുന്നത്. റിക്വസ്റ്റ് ആൻഡ് ഗ്രാൻഡ്, അതായത് ഹോൾഡ് ആൻഡ് ഹോൾഡ് അക്നോളജ്മെൻറ്റ്, മിനിമം മോഡിൽ ഹോൾഡ് അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞ പിന്നിൻ്റെ ഫങ്ഷൻസാണ് ഈ റിക്വസ്റ്റും ഗ്രാൻറ്റും ചെയ്യുന്നത്. അതായത് എക്സ്റ്റേണൽ ഡിവൈസ് മൈക്രോ പ്രോസസ്സറിൻ്റെ ആക്സസ്, ഏതെങ്കിലും ഒരു ലോക്കൽ അല്ല മൈക്രോ പ്രോസസ്സറിൻ്റെ ബസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. ആ റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഡിവൈസ് ആയിരിക്കും. ദെൻ നമ്മുടെ പ്രോസസ്സർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു അക്നോളജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. റിക്വസ്റ്റ് കൊടുക്കുന്നത് റിക്വസ്റ്റ് ലൈനിൽ കൂടെയും അതിൻ്റെ അക്നോളജ്മെൻറ്റ് കൊടുക്കുന്ന ഗ്രാൻറ്റ് എന്ന് പറയുന്ന സിഗ്നലുമാണ്. ഇത് രണ്ടും സെയിം പിന്നിൽ തന്നെയാണ് വരുന്നത്. റിക്വസ്റ്റ് കൊടുക്കുന്നതും ഗ്രാൻറ്റ് കൊടുക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ അക്നോളജ്മെൻറ്റ് കൊടുക്കുന്നതും സെയിം ലൈനിൽ തന്നെയാണ്, അതുകൊണ്ട് അല്ലെങ്കിൽ സെയിം പിന്നിൽ കൂടെ തന്നെയാണ്, അതുകൊണ്ട് അത് ബൈ ഡയറക്ഷണലാണ്. അപ്പോൾ രണ്ട് റിക്വസ്റ്റ് ലൈനും രണ്ട് ഗ്രാൻഡ് ലൈനുമാണ് ഉള്ളത്. റിക്വസ്റ്റ് ആൻഡ് GT0 എന്ന് പറയുന്ന ഫസ്റ്റ് റിക്വസ്റ്റ് ആൻഡ് ഗ്രാൻഡ് ലൈനും, റിക്വസ്റ്റ് ആൻഡ് GT RQ ആൻഡ് GT1 എന്ന് പറയുന്നത് സെക്കൻഡ് റിക്വസ്റ്റ് ആൻഡ് ഗ്രാൻഡ് ലൈനുമാണ്. അതിനകത്ത് RQ ആൻഡ് GT0യ്ക്കാണ് ഹൈ പ്രയോറിറ്റി. അതായത് രണ്ട് ഡിവൈസ് ഒരേ ടൈം ലോക്കൽ ബസ് ആക്സസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് 0 GT0 പിൻ നമ്പർ 31 കൂടെ വരുന്നതിനായിരിക്കും ഹയർ പ്രയോറിറ്റി. ഹോൾഡ് ആൻഡ് HLDയുടെ സെയിം ഫങ്ഷനാലിറ്റി തന്നെയാണ് റിക്വസ്റ്റ് ആൻഡ് ഗ്രാൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പിൻ ഈസ് ലോക്ക്. ഇവയെല്ലാം ആക്റ്റീവ് ലോ സിഗ്നലാണ്, അതായത് ലോജിക് 0 വന്നാൽ മാത്രമാണ് എനേബിൾ ആവുള്ളൂ. ലോക്ക് സിഗ്നൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വേറെ ബസ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ വേറെ ഒരു ഡിവൈസിന് നമ്മുടെ പ്രോസസ്സറിനെ കൺട്രോളർ ആക്സസ് ചെയ്യാൻ പാടില്ലാതെ ലോക്ക് ചെയ്ത് വെക്കുന്ന സിഗ്നലാണ് ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് പ്രോസസ്സർ കറൻ്റ്ലി ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ആക്ടിവിറ്റിയുടെ ഇടയിൽ ഒരു ഇൻ്ററപ്റ്റും അല്ലെങ്കിൽ വേറെ ഒരു ഡിവൈസും ഇൻ്ററപ്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മളുടെ റിസോഴ്സസിനെയൊക്കെ ലോക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് സാധിക്കും. ആ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നലാണ് ലോക്ക് എന്ന് പറയുന്ന സിഗ്നൽ. ഇത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോജിക് 0 വന്നാൽ മാത്രമാണ് ആക്ടിവേറ്റ് ആവുള്ളൂ. പിൻ നമ്പർ 29 ലോക്ക് എന്ന് പറയുന്ന സിഗ്നൽ വരിക. പിന്നെ ഉള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ S0, S1, S2. പിൻ നമ്പർ 26, 27, 28. അതായത് ഈ മൂന്ന് പിൻസാണ് മെമ്മറി റീഡാണോ മെമ്മറി റൈറ്റ് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യുന്നത്, അതോ IO റീഡ് ആൻഡ് IO റൈറ്റ് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യുന്നത്, ഇൻ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യുന്നതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പിൻസ് ആയിരിക്കും. S0, S1, S2 എന്ന് പറയുന്നത്. ഈ സിഗ്നൽസ് അല്ലെങ്കിൽ ഈ പിൻസിൽ വരുന്ന സിഗ്നൽസാണ് നമ്മളൊരു എക്സ്റ്റേണൽ ബസ് കൺട്രോളർ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ S0, S1, S2ൻ്റെ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാണ് ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. മൂന്നും 0 ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. 001 ആണെങ്കിൽ IO പോർട്ടിൽ നിന്നായിരിക്കും ഡേറ്റ റീഡ് ചെയ്തെടുക്കുക. ദെൻ 010 ആണെന്നുണ്ടെങ്കിൽ IOയിലേക്കായിരിക്കും, അതായത് ഔട്ട്പുട്ട് ഡിവൈസിലേക്കായിരിക്കും റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുക. 011 ആണെങ്കിൽ ഹോൾട്ടാണ്. 10 ആണെങ്കിൽ കോഡിനെ ആയിരിക്കും ആക്സസ് ചെയ്യുക. 101 ആണെങ്കിൽ മെമ്മറി റീഡ് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുക. 110 ആണെങ്കിൽ മെമ്മറി റൈറ്റ് ഓപ്പറേഷൻ, മെമ്മറിക്കകത്തേക്ക് റൈറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുക. ദെൻ 111 ആണെങ്കിൽ പാസീവ് സ്റ്റേറ്റ് ആയിരിക്കും. മൂന്നും ഹൈ വോൾട്ടേജ് ആണ് കയറി വരുന്നതെന്നുണ്ടെങ്കിൽ പാസീവ് സ്റ്റേറ്റിലായിരിക്കും. ഇവയെല്ലാം ആക്റ്റീവ് ലോ സിഗ്നൽ വന്നാണ് എനേബിൾ ആവുള്ളൂ. നെക്സ്റ്റ് സിഗ്നൽ ഈസ് QS1 ആൻഡ് QS0. പിൻ നമ്പർ 24 ആൻഡ് 25. അതായത് ഇത് ഇൻസ്ട്രക്ഷൻ ക്യൂവിൻ്റെ സ്റ്റാറ്റസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് പിൻസ് യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറയുന്നത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റിലെ ഒരു ഫങ്ഷണൽ യൂണിറ്റാണ്. 6 ബൈറ്റ് ഓഫ് ഡേറ്റയാണ് അതിനകത്ത് അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് റെഡി ടു എക്സിക്യൂട്ട് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ്റെ 6 ബൈറ്റ് ഓഫ് ഡേറ്റ, 6 ബൈറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ ആയിരിക്കും ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ അറ്റ് എ ടൈം എടുത്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആ ഇൻസ്ട്രക്ഷൻ ക്യൂവിൻ്റെ സ്റ്റാറ്റസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നൽ പിൻസാണ് QS1ഉം QS0യും. രണ്ടും 0 ആണെന്നുണ്ടെങ്കിൽ നോ ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുക. 01 ആണെങ്കിൽ ക്യൂവിന്ന് ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഓപ്പ് കോഡ് ആയിരിക്കും എടുക്കുക. അതായത് ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഓപ്പ് കോഡ് ഫ്രം ക്യൂ, ഇൻസ്ട്രക്ഷൻ ക്യൂവിന്ന് ഫസ്റ്റ് ബൈറ്റ് ഓപ്പ് കോഡിൻ്റെ ഫസ്റ്റ് ബൈറ്റിനെ ആയിരിക്കും ആക്സസ് ചെയ്യുക. 10 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യൂ empty ആയിരിക്കും. കറൻറ്റ്ലി അതിനകത്ത് ഇൻസ്ട്രക്ഷൻസിൻ്റെ ബൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. 11 ആണെന്നുണ്ടെങ്കിൽ സബ്സീക്വൻറ്റ് ബൈറ്റ് ഫ്രം ക്യൂ ആയിരിക്കും. അതായത് ഇപ്പോൾ ഓൾറെഡി സെക്കൻഡ് ബൈറ്റ് ഓഫ് ഇൻഫർമേഷനെയാണ് പ്രോസസ്സ് ചെയ്യാൻ എടുത്തിട്ടുണ്ടെങ്കിൽ QS01ഉം QS11ഉം ആണെന്നുണ്ടെങ്കിൽ
അതായത് സെക്കൻഡ് ബൈറ്റാണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് ബൈറ്റ്. ആ തേർഡ് ബൈറ്റിനെ ആയിരിക്കും ക്യൂ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ക്യൂവിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണോ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് മിനിമം മോഡ് ആൻഡ് മാക്സിമം മോഡ്.